ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ്. കനത്ത മൂടൽമഞ്ഞ് വിമാന ട്രെയിൻ സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, തണുപ്പ് വളരെ കൂടുതലാണോ അവിടെ? മൂടൽമഞ്ഞ് വിമാന ട്രെയിൻ സർവീസുകളെയൊക്കെ ബാധിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? നല്ല തണുപ്പാണ്, കടുത്ത തണുപ്പാണ്. ഇന്ന് പുലർച്ചെ 5:30 ഔദ്യോഗിക കണക്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10 ഡിഗ്രി സെൽഷ്യസാണ് ഡൽഹിയിലെ തണുപ്പ്. കശ്മീരിലാണെങ്കിൽ അതേ സമയത്ത് തന്നെ 5:30 1 ഡിഗ്രി സെൽഷ്യസാണ്. 11 ഡിഗ്രി സെൽഷ്യസാണ് യു പിയിലെ ചിലയിടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അതായത് കനത്ത ശൈത്യത്തിൻ്റെ ദിനങ്ങളിലൂടെ ഉത്തരേന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഈ ശൈത്യത്തിൻ്റെ പ്രശ്നം ബാധിക്കുന്നത് ഈ യാത്രക്കാരെയാണ്. തീവണ്ടികളൊക്കെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പുറപ്പെടുന്ന തീവണ്ടികളൊക്കെ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വാരാണസിക്ക് ഉള്ള ഒരു വന്ദേ ഭാരത് ട്രെയിൻ 8 മണിക്കൂറാണ് വൈകി ഓടി വാരണാസിയിൽ എത്തിയത്. അതേപോലെ തന്നെ വിമാന സർവീസുകൾ വൈകുന്നുണ്ട്. വിമാനത്താവള അധികൃതർ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ മുഴുവൻ യാത്രക്കാരും അതത് വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രം വിമാനത്താവളത്തിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. ഇപ്പോൾ ഡൽഹി നഗരത്തിൽ ഇപ്പോൾ സമയം ഏതാണ്ട് 9 മണിയാവാൻ പോവുകയാണല്ലോ. പക്ഷേ പൂർണ്ണമായൊരു വെളിച്ചമൊന്നും വന്നിട്ടില്ല. ഈ നഗരത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു മൂടിക്കെട്ടിയ അവസ്ഥയുണ്ട്. പക്ഷേ ഒരു മൂടൽ മഞ്ഞ് ഇന്നലത്തെ അത്ര ഇന്നില്ല. പക്ഷേ വായു മലിനീകരണം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. 374 എയർ ക്വാളിറ്റി ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തത്. മാത്രവുമല്ല, ശ്രീനഗർ അതല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിലെ പല ഇടങ്ങളിലെല്ലാം മഞ്ഞ് വീഴ്ച തുടർച്ചയായിട്ടുണ്ടാവുന്നുണ്ട്. അതിരൂക്ഷമായ ശൈത്യം. ഒപ്പം തന്നെ 264 താൽക്കാലിക ഷെഡുകളിൽ തെരുവിലൊക്കെ താമസിക്കുന്ന ആളുകളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഡൽഹി സർക്കാർ. അനൂപ്, അതേപോലെ സ്കൂളുകൾക്കൊക്കെ അവധി ഉണ്ടോ? അതായത് കനത്ത ഈ ഒരു അതിശൈത്യം തുടരുന്ന ഒരു സാഹചര്യത്തിൽ സ്കൂളുകളൊക്കെ സാധാരണ നിലയിലാണോ പ്രവർത്തിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും സജ്ജീകരണങ്ങളുണ്ടോ? ഇല്ലില്ല, സാധാരണ നിലയിലല്ല. ഡൽഹി സ്കൂളുകൾക്ക് അവധിയുണ്ട്. ഒപ്പം തന്നെ മറ്റു പല സംസ്ഥാനങ്ങളിൽ സമയക്രമീകരണമുണ്ട്. രാവിലെ നേരത്തെ പോകേണ്ട സ്കൂളുകളിൽ കുറച്ചുകൂടി വൈകി ഒരു 10 മണിക്കെത്തി നേരത്തെ വിടുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളുണ്ട്. പക്ഷേ അതിശൈത്യമാവുന്ന കാലത്ത് ഡൽഹിയിലും ഉത്തരേന്ത്യയിലെ മറ്റ് സ്ഥലങ്ങളിൽ നമ്മൾ വേനൽ അവധി ഉണ്ടല്ലോ കേരളത്തിൽ, അതേപോലെ ഇവിടെ ശൈത്യകാലത്ത് അവധി നൽകുന്നുണ്ട് സ്കൂളുകൾക്ക്. അതുകൊണ്ട് കുട്ടികൾക്ക് പുറത്തേക്ക് ഇറങ്ങി വല്ലാതെ ഈ തണുപ്പിനെ പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥയില്ല. പക്ഷേ അതിശൈത്യം ഇത് ഒരാഴ്ച കൂടി ഇങ്ങനെ തുടരാനാണ് സാധ്യത. പിന്നീട് മെല്ലെ മെല്ലെ കുറഞ്ഞ് ഏതാണ്ട് ജനുവരി അവസാനമാകുമ്പോഴത്തേക്ക് ചെറിയ തണുപ്പിലേക്ക് പോകും. ഫെബ്രുവരി കഴിഞ്ഞ് തണുപ്പ് പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ ഉത്തരേന്ത്യയിൽ. ശരി അനൂപ്, എന്തായാലും ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുകയാണ്. കനത്ത മൂടൽമഞ്ഞ് വിമാന ട്രെയിൻ സർവീസുകളെ ബാധിച്ചു എന്നാണ് വിവരം. അനൂപ് ദാസാണ് വിവരങ്ങൾ പങ്കുവച്ചത്.